Hello friends, welcome to Chully videos. ഒരു ലോങ് ബ്രേക്കിന് ശേഷമാണ് നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇന്ന് ഞാൻ റെസിപ്പി വീഡിയോ അല്ല ചെയ്യുന്നത്, പകരം ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ റിസൾട്ട് കണ്ടപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. ഇത് ഞാൻ ആമസോണിൽ നിന്നും പർച്ചേസ് ചെയ്തതാണ്. ഇത് നമുക്ക് കടകളിലും മേടിക്കാൻ കിട്ടും, പക്ഷേ എല്ലാ ഐറ്റംസോട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് പർച്ചേസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയപ്പോൾ എനിക്ക് 5 ഐറ്റത്തിനും കൂടെ 380 റുപ്പീസ്, അതായത് 380 രൂപയാണ് ആയത്. എനിക്കൊരു മാസത്തേക്ക് ഒരു പാക്ക് മതിയാവും. ഈ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഒരു മില്ലറ്റ്സ് അഥവാ ചെറുധാന്യങ്ങളുടെ ഒരു 5 ഐറ്റത്തിൻ്റെ കോംബോ പാക്കാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് നോക്കാം. 5 തരം മില്ലറ്റാണ് നമ്മുടെ ഈ കോംബോ പാക്കിലുള്ളത്. ഞാനിവിടെ മഞ്ഞയുടെ പ്രോഡക്റ്റാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ള മില്ലറ്റ്സ് ഏതാണെന്ന് വെച്ചാൽ ചാമ അഥവാ ലിറ്റിൽ മില്ലറ്റ്, തിന അഥവാ ഫോക്സ്റ്റെയിൽ മില്ലറ്റ്, വരക് അഥവാ കോഡോ മില്ലറ്റ്, പനിവരക് അഥവാ പ്രോസോ മില്ലറ്റ്, പിന്നെ കവതപ്പുല്ല് അഥവാ ബെനിയാഡ്. ഇത് കൂടാതെ 3 തരം ചെറുധാന്യങ്ങളും കൂടി ഉണ്ട്, നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് റാഗി, അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും, നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കുറുക്കിനൊക്കെ ഉപയോഗിക്കുന്നതാണ് റാഗി അഥവാ ഫിംഗർ മില്ലറ്റ്. പിന്നെ കമ്പ് അഥവാ പേൾ മില്ലറ്റ്, ചോളം അഥവാ ജോവർ. ഇങ്ങനെ 3 തരം ഐറ്റം കൂടെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഈ കോംബോ പാക്കിലുള്ളത് ചാമയും തിനയും വരകും പനിവരകും കവതപ്പുല്ലും കൂടി ചേർന്നിട്ടുള്ള 5 എണ്ണത്തിൻ്റെ കോംബോ പാക്കാണ് നമ്മളിവിടെ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഈ കോംബോ പാക്കിലെ 5 ധാന്യങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ഇതാണ് ചാമ അഥവാ ലിറ്റിൽ മില്ലറ്റ്. ചാമയിൽ അയണും ഫൈബറും പ്രോട്ടീനും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഹൈ ഡൈജസ്റ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ ഉദരസംബന്ധമായ അസുഖങ്ങൾക്ക് വളരെ നല്ലതാണ് ചാമ ഉപയോഗിക്കുന്നത്. വെയിറ്റ് ലോസിന് ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഡയബറ്റിക് ഫ്രണ്ട്ലിയും കൂടിയാണ് ഈ ചാമ എന്ന് പറയുന്ന ധാന്യം. ഡയബറ്റിക് ഫ്രണ്ട്ലി ആണെന്ന് പറയുന്നതിന് കാരണം ഷുഗർ കണ്ടൻറ്റ് അതിനകത്ത് വളരെ കുറവാണ്. ഗോതമ്പിലും അരിയിലും അടങ്ങിയിട്ടുള്ളതിനെ അപേക്ഷിച്ച് ചെറുധാന്യങ്ങളിൽ ഷുഗർ കണ്ടൻറ്റ് വളരെ കുറവാണ്. ഇതിൻ്റെ ഗ്ലൂക്കോസിൻ്റെ ഉൽപ്പാദനം വളരെ സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡയബറ്റിക് ഉള്ളവർക്കും ഡയബറ്റിക് കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ചാമ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഈ ചാമയരി ഉപയോഗിച്ചിട്ട് നമുക്ക് കഞ്ഞി വെക്കാം, ചോറ് വെക്കാം. ഇത് കൂടാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്മാവ് ഉണ്ടാക്കാം, പുലാവ് ഉണ്ടാക്കാം. അങ്ങനെ ഏത് രീതിയിൽ ഇത് നമുക്ക് ഭക്ഷണത്തിലേക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഇതാണ് തിന അഥവാ ഫോക്സ്റ്റെയിൽ മില്ലറ്റ്. ഈ മില്ലറ്റ്സിലെല്ലാം തന്നെ അയണും ഫൈബറും പ്രോട്ടീനും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കാഴ്ചയിൽ ഏകദേശം ഒരുപോലെ തന്നെയാണ് ഇരിക്കുക. ഇതിൽ തിനയിൽ വൈറ്റമിൻ ബി വളരെ അധികം അടങ്ങിയിട്ടുണ്ട്. പ്രതിരോധ ശക്തിയെ കൂട്ടാനായിട്ട് ഇത് സഹായിക്കും. ഡയബറ്റിക് പേഷ്യൻസിനും ഹൈ കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് തിന ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ തിന ഉപയോഗിച്ചിട്ടുള്ള ഇഡലിയും ദോശയൊക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഡയബറ്റിക്കിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും. ഇതാണ് പനിവരക് അഥവാ പ്രോസോ മില്ലറ്റ്. ഇതിൽ ധാരാളമായിട്ട് ഫൈബറും പ്രോട്ടീനും വൈറ്റമിനും അടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ മിനറൽസിൻ്റെ ഒരു കലവറ തന്നെയാണ് ഈ പ്രോസോ മില്ലറ്റ്. ഇതിനകത്ത് ധാരാളമായിട്ട് കാൽഷ്യം, അയണും സിങ്കും മഗ്നീഷ്യം പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പനിവരകിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻ നമ്മുടെ ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് വളരെയധികം സഹായകമാണ്. ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണ് പ്രോസോ മില്ലറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഉപ്മാവും കിച്ചടിയൊക്കെ. ഇതാണ് കവതപ്പുല്ല് അഥവാ ബർണ്യാർഡ് മില്ലറ്റ്. ഇതിൽ ധാരാളമായിട്ട് കാൽഷ്യം, ഫൈബർ, അയൺ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് ഇത് വളരെയധികം സഹായിക്കും. ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതാണ് ഈ കവതപ്പുല്ലിൽ. ഫൈബർ ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ ദഹനത്തിന് വളരെ നല്ലതാണ്. ഉപ്പുമാവായിട്ടും കിച്ചടിയായിട്ടും പുലാവായിട്ടൊക്കെ നമുക്ക് ഈ കവതപ്പുല്ല് ആഹാരത്തിൽ ഉൾപ്പെടുത്താം. ഇതാണ് വരക് അഥവാ കോഡോ മില്ലറ്റ്. ഇതിന് കൂവരകെന്നും പറയും. ഫൈബർ റിച്ച് ആയിട്ടുള്ളൊരു മില്ലറ്റാണ് കോഡോ മില്ലറ്റ്. ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ സ്റ്റൊമക്ക് അൾസറിനെ കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കും. ഡൈജഷന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിലെ ബാഡ് കൊളസ്ട്രോൾ, അതായത് LDL കൊളസ്ട്രോളിനെ കുറയ്ക്കാനും HDL ലെവൽ ഇൻക്രീസ് ചെയ്യാനും ഇത് വളരെയധികം സഹായിക്കും. ഒരു നല്ല ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ കൂടിയാണ് ഈ കോഡോ മില്ലറ്റ് എന്ന് പറയുന്നത്. ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഒരു നല്ല ബ്ലഡ് പ്യൂരിഫയറും കൂടിയാണ് കോഡോ മില്ലറ്റ്.
ഇത് നമ്മുടെ ശരീരത്തിൽ ഷുഗറിൻ്റെ അളവ് കുറയ്ക്കാനും വളരെയധികം സഹായിക്കും. വെയിറ്റ് ലോസിനെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് കോഡോ മില്ലറ്റ്. അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർ അവരുടെ ഭക്ഷണക്രമത്തിൽ ഈ കോഡോ മില്ലറ്റ് ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. നല്ലൊരു സ്കിൻ കെയറും കൂടിയാണ് ഈ കോഡോ മില്ലറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏത് തരം ചെറുധാന്യങ്ങൾ ഉപയോഗിക്കുമ്പോഴും ഇപ്പോൾ തിനയാണെങ്കിലും പനിവരകാണെങ്കിലും ചാമയാണെങ്കിലും ഏത് തന്നെ ആയാലും അത് മിനിമം ഒരു 4-5 മണിക്കൂറെങ്കിലും കുതിർത്തതിന് ശേഷമാണ് അത് ഉപയോഗിക്കാനായിട്ട്. കൂടുതൽ നേരം കുതിർക്കുമ്പോഴാണ് ഇതിൽ അടങ്ങിയിട്ടുള്ള നാരിൻ്റെ ദഹന പ്രക്രിയയെ ത്വരിതപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് മില്ലറ്റ്സ് എല്ലാം തന്നെ 4-5 മണിക്കൂറെങ്കിലും കുതിർത്തതിന് ശേഷം ഉപയോഗിക്കണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരേ സമയം നമ്മൾ ഒരു ധാന്യം മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. മില്ലറ്റ്സ് എല്ലാം തന്നെ മിക്സ് ചെയ്ത് ഉപയോഗിക്കരുത്. ഇപ്പോൾ തിനയാണോ നമ്മൾ ഉപയോഗിക്കുന്നത്, തിന മാത്രം ഉപയോഗിക്കുക ഒരേ സമയം. നമുക്കിപ്പോൾ 3 നേരം 3 എണ്ണമായിട്ട് ഉപയോഗിക്കാം. അതല്ലാതെ ഒരു നേരം നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇത് ഉപയോഗിക്കരുത്. പലതരം ഗുണങ്ങളാണ് ഈ ചെറുധാന്യങ്ങളുടെ ഉപയോഗത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ജീവിതശൈലി രോഗങ്ങളായ ഡയബറ്റിക്, ഒബേസിറ്റി, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ എന്നിവയ്ക്ക് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾക്കിത് സഹായകമാണ്. ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റ്സിൽ ധാരാളമായിട്ട് പ്രോട്ടീനും ഫൈബറും വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പോഷകങ്ങളുടെ കുറവ് മൂലം ഉണ്ടാകുന്ന വിവിധ രോഗാവസ്ഥകളെ കൺട്രോൾ ചെയ്യാനും ചെറുധാന്യങ്ങളുടെ ഉപയോഗം സഹായിക്കും. രക്തത്തിലെ പഞ്ചസാര, അമിത കൊഴുപ്പ് എന്നിവ നിയന്ത്രിക്കുന്നതിനും ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റ് അളവ് പരിമിതപ്പെടുത്തുന്നതിനും അരിക്കും ഗോതമ്പിനും പകരം ഉപയോഗിക്കാവുന്ന ഗ്ലൂട്ടൻ രഹിത ചെറുധാന്യങ്ങൾ സഹായകമാണ്. ഇവ ആൻറ്റി ഓക്സിഡൻ്റ് വേഗം ലഭിക്കുന്ന നാര്, പ്രോട്ടീൻ എന്നിവയുടെ കലവറ തന്നെയാണ്. അതുകൊണ്ട് ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് രക്തത്തിലെ പഞ്ചസാരയും കൊളസ്ട്രോളും ക്രമപ്പെടുത്തും. അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ, പ്രമേഹം എന്നിവ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അരിക്കും ഗോതമ്പിന് പകരമായിട്ട് ഈ ചെറുധാന്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ആഹാരം ശീലമാക്കുന്നത് വളരെ നല്ലതാണ്. പലതരം ബെനിഫിറ്റ്സാണ് നമുക്ക് ഈ ചെറുധാന്യങ്ങൾ കഴിക്കുന്നത് കൊണ്ട് കിട്ടുന്നത്. അതിൽ ചിലതൊക്കെയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് വയറിനും ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ്. വൈറ്റമിൻ B3 ധാരാളമായിട്ടുള്ളത് കൊണ്ട് കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ ഗോതമ്പിലും അരിയിലും അടങ്ങിയിട്ടുള്ളതിനെ അപേക്ഷിച്ച് ചെറുധാന്യങ്ങളിൽ ഷുഗർ കണ്ടൻറ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഗ്ലൂക്കോസിൻ്റെ ഉൽപ്പാദനം വളരെ സ്ലോ ആയിട്ടാണ് ഇതിൽ നടക്കുന്നത്. അപ്പോൾ ഡയബറ്റിക് ഉള്ളവർക്ക് ഡയബറ്റിക് കൺട്രോൾ ചെയ്യാനൊക്കെ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ നമ്മുടെ ഈ ഒരു ഭക്ഷണ രീതി നമ്മുടെ കുട്ടികൾക്ക് ഈ ഒരു ഭക്ഷണ രീതി ശീലിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോഴത്തെ ഭക്ഷണശൈലി കൊണ്ടാണ് കുഞ്ഞുങ്ങളിലും ഒബേസിറ്റി അഥവാ അമിതവണ്ണവും കൊഴുപ്പിൻ്റെ അളവൊക്കെ ധാരാളമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ചെറുധാന്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പുലാവ്, ഇഡലി, കിച്ചടി ഒക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നത് ജീവിതശൈലി രോഗങ്ങളെ തടയാൻ ഏത് പ്രായത്തിലുള്ളവർക്കും വളരെ ഉപകാരപ്രദമാണ്. അതുകൊണ്ട് അരിയും ഗോതമ്പിനും മാറ്റി നിർത്തിയിട്ട് നമുക്കതിലേക്ക് ചെറുധാന്യങ്ങളെ കൂടെ ഉൾപ്പെടുത്താം. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മില്ലറ്റ്സ് ഉപയോഗിച്ചിട്ടുള്ള റെസിപ്പിയുടെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബി സേഫ്, സ്റ്റേ ഹെൽത്തി. താങ്ക് യു ഫോർ വാച്ചിങ്.